ഹലോ ഗേൾസ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു ക്ലൂ തന്നിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലാക്കിയിട്ടേ പോകത്തുള്ളൂ. അതങ്ങനെ തന്നെയാണല്ലോ. ഞാൻ കാര്യം പറയാം, ഞാൻ പുതിയ അക്കൗണ്ട് ഞാൻ പറഞ്ഞാൽ ഇത് ഫസ്റ്റ് കളിച്ച ഗെയിമാണ് ഞാൻ ഇന്ന് കളിക്കാൻ പോണേ. ഫസ്റ്റ് കളിച്ചപ്പോൾ അതിൽ കുറേ കളിച്ച ലെവലൊക്കെ കൂടിയിരിക്കുകയാണ്. അപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ കളിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ആ രസം കിട്ടുള്ളൂ വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. ഇതാട്ടോ ഇതിൻ്റെ പറ്റി ലുക്ക് പറഞ്ഞാൽ കണ്ടോളി, കാണാത്തവരൊക്കെ. ഇതായത് നമുക്ക് കളിയിലോട്ട് പോകണം. നമ്മൾ ഇന്നത്തെ കളി പറഞ്ഞാൽ ഇങ്ങോട്ട് ആഴ്ചയിൽ എന്തൊക്കെയായാലും 3, 4, 2 ദിവസം 2, 3, 4 ദിവസം ഈ ഗെയിം നിങ്ങൾ പ്രതീക്ഷിച്ചോളി വന്നിരിക്കും. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. വീഡിയോ കൂടിയാണിത്. അങ്ങനെ വീഡിയോയിലോട്ട് പോകുമ്പോൾ പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിലോട്ട് 300 സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏതാ ഗെയിം എന്നല്ലേ? വൺ ആൻഡ് ഓൺലി ബ്ലോക്സ് ഫ്രൂട്ട്സ്. ഗസ് നിങ്ങളാരും ഞാനിത് ആദ്യം കളിച്ചിരുന്നു. പിന്നെ പറഞ്ഞാൽ അതിൽ ആദ്യ ലെവൽ സെക്കൻഡ് സി ഒക്കെ എത്തിയ അക്കൗണ്ടാണ്. പക്ഷേ അതിലത്തെ പ്രശ്നം എന്താ വെച്ചാൽ ആ അക്കൗണ്ട് ഇതിൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇങ്ങനെ കളി തുടങ്ങിയാൽ ആ രസം കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ പുതിയ അക്കൗണ്ട് ബ്ലോക്സ് ഫ്രൂട്ട്സിന് വേണ്ടി ഉണ്ടാക്കി. ഇനി നമ്മൾ കളി ബ്ലോക്സ് ഫ്രൂട്ട്സ് മാത്രമുണ്ട്. ബാക്കി എല്ലതും നമ്മളത് സെബിൻ ഫോർ അവറിൽ തന്നെ ആവും. പക്ഷേ ബ്ലോക്സ് ഫ്രൂട്ട്സ് മാത്രം ഹേ ഗെയിമർ 73 എന്ന് അക്കൗണ്ടിൽ ഓൺ ചെയ്യുക. പിന്നെ നമ്മൾ എത്തിയുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം കളിച്ചിട്ടുണ്ടോ, നമുക്ക് കളിക്കാം. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 50 ലെവലാണ് വരെ ഇങ്ങനെ ഇതാക്കണം. ഫ്രൂട്ടും ഇല്ല. പ്ലസ് ഞാൻ കുറേ കാലമായി ബ്ലോക്ക് സ്പോർട്സ് കളിച്ചിട്ടും. പോടാ നിങ്ങൾ മോഡേൺ ആവും ചിലപ്പോൾ യൂസ് ചെയ്യണം. യൂസ് ആക്കിയിട്ട് സെറ്റ് ആ മൂവ് ആവും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ യൂസ് ആക്കിയിട്ട് അതാണ് യൂസ് ചെയ്ത് നമുക്ക് അതാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മൾ ലെവൽ 1 കൂടുതൽ നിങ്ങൾ എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ഡ്രസ്സുണ്ട്, ഡ്രസ്സായി ഇപ്പം ഒരു ചെറിയൊരു ഇപ്പോഴാണ് ഒരു സുഖം കിട്ടിയത്. ഇനി കളി വാടാ എല്ലാത്തും തീർത്തിട്ടേ പോകുള്ളൂ. ഈ ഗെയിമറിൻ്റെ എടാ കളിപ്പിച്ച് കളിക്കടാ. ഒരു കത്തിയുണ്ട്. ഫസ്റ്റ് പ്ലെയർ ആണെന്ന് ഞാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് തെറ്റില്ല. പ്രൊഫഷണൽ ഓഫ് ദിസ് ഗെയിം പ്ലീസ്. കളി ഉണ്ടാകും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രൂട്ടില്ല. ക്വസ്റ്റ് എടുത്തിട്ട് വരാം. തല്ല് ഓക്കെ മാറിക്കണോ. ലാസ്റ്റ് കൂട്ടും 12. ഞാൻ പറഞ്ഞാൽ ഏതൊക്കെയാണ് കൂട്ടുന്നത് നോക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയാൽ നല്ലൊരു ഇതന്നെ കിട്ടും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ആദ്യം പറഞ്ഞാൽ ഫ്രൂട്ടില്ലെങ്കിൽ 1 ജനുവരിയാണ് കൂട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഫ്രൂട്ട് കിട്ടിയാൽ ഉപകാരമുള്ളൂ. മനസ്സിലായ? ഫ്രൂട്ട് കിട്ടിയാൽ നമുക്ക് ഇത്രയൊക്കെ കൊല്ലാനും ശരിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രൂട്ടില്ലാത്തതുകൊണ്ട് സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ 2 ലെവലാവുന്നതിൻ്റെ മുമ്പ് ഇന്ന് സഹായിക്കുക എന്ന് പറയാണ്. വേറെ എനിക്ക് ലൈറ്റ് ഒഴിക്കുന്നതാണ് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഏറ്റവും ഫസ്റ്റ് യൂസ് ചെയ്ത ഫ്രൂട്ട് പറഞ്ഞാൽ ഈഗിളാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വന്ന് കൊണ്ടുവന്ന് തന്നതാണ് ഈ ഫ്രൂട്ട്. ആ ഫ്രൂട്ട് കിട്ടിയതോടെ ഈഗിളാണ് ഫസ്റ്റ് ഫ്രൂട്ട് ഞാൻ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ശേഷം ഞാൻ സ്പിൻ ചെയ്ത് അവസാനം ഒരു ലൈറ്റ് കിട്ടി. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചാൽ ലൈറ്റ് കിട്ടിയിരിക്കണം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞു ബെസ്റ്റ് ഫ്രൂട്ടാണ്, ഞാനേ തിന്നോന്നൊക്കെ പറഞ്ഞാണ് ഞാൻ തിന്നു. പിന്നെ അതിൻ്റെ ശേഷം ഫുൾ ലൈറ്റ് ഉണ്ട്. സെക്കൻഡ് സീസണിലെ കൊണ്ടെത്തിച്ച് വരെ ആ ലൈറ്റ് ഫ്രൂട്ട് ഒറ്റക്കാണ്. അതുകൊണ്ട് ഞാൻ ഇത് മറന്നുപോയി. ഈ ക്വസ്റ്റ് തീർന്ന് മറന്നുപോയി. നമ്മൾ 10 ലെവലായ ജംഗിൾക്ക് പോകും കേട്ടോ.
ജംഗിളിലെത്തും നമ്മൾ 10 ലെവലായാൽ. നമുക്കറിയാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊന്നും പേടില്ല. ഒക്കെ മറന്നുകൾ, അത് വേറെ കാര്യം. അടങ്ങിട്ട് വാടാ വാ. ഫ്രൂട്ടില്ലാണ്ടാണ് തോന്നുന്നു ഒരടിച്ചടി എനിക്ക് കൊള്ളുന്നുണ്ട്. ഞാൻ അത് ടെസ്റ്റ് ചെയ്താ. നല്ല നല്ല ഫ്രൂട്ട് ആകുമ്പോൾ അത് ഉണ്ടാവില്ല. സ്പിരിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പിരിറ്റ് യൂസ് ചെയ്തതാണ്. പക്ഷേ സ്പിരിറ്റിന് നല്ല എമൗണ്ട് അല്ല ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പിരിറ്റ് ചെയ്ത് പറഞ്ഞാൽ സ്പിരിറ്റ് വരുമ്പോൾ സൂട്ടില്ലാത്ത എമൗണ്ടാണ്. ഒന്നുമൊന്നുമല്ല ഇയാൾ ഇങ്ങനെ വെറുപ്പിക്കും ഞാൻ വിചാരിച്ചാൽ. അതൊക്കെ സേഫായി പോയി. ഇതിപ്പോൾ ഞാൻ വരെ കൊല്ലും ലൈഫൊക്കെ പോയി വേണ്ടി കല്യാണ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനവരെ കത്തിച്ച് കൊല്ലുന്നത് ഞങ്ങൾക്ക് വരെ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അങ്ങനെന്താ ഞാനേ അക്കൗണ്ട് ഇങ്ങോട്ടൊക്കെ വന്നാൽ ഒന്നൊക്കെ ചോദിച്ച് മരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ അക്കൗണ്ടിൽ കളിക്കണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമൻസിലാണ്. പക്ഷേ അക്കൗണ്ടിൽ അങ്ങനെ കളിക്കാനില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ അക്കൗണ്ട് എടുത്ത്. അക്കൗണ്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് കയറും, അതേ ഉള്ളൂ. പിന്നെ ഈ അക്കൗണ്ടിൽ നമ്മൾ സ്ഥിരം ഉണ്ടാവും. ഈ അക്കൗണ്ടിൽ ബ്ലോക്ക് ഫ്രൂട്ട്സ്, പിന്നെ വേറെ ഏതൊക്കെ ഗെയിം നമ്മൾ ഈ അക്കൗണ്ടിൽ മാത്രമായിട്ട് തുടങ്ങിയാലോ ആലോചിച്ചിട്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിക്കണമെങ്കിൽ നമ്മൾ കളിക്കും. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കളിക്കും. അത് കമൻറ്റ് ചെയ്താൽ നമ്മൾ അപ്പോൾ കളിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ കളിക്കാൻ. എന്തെങ്കിലും ഇപ്പോൾ ചാറ്റിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചാനൽ നേരം ഓണാക്കിയേക്കാം. ഓ ഈ അക്കൗണ്ടിൽ ഞാൻ അൺലോക്ക് ചെയ്തിടില്ല. അൺലോക്കൊക്കെ ചെയ്യാം, ലാസ്റ്റ് ചെയ്യാം. അതാണ് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അൺലോക്ക് ചെയ്യലുണ്ട് എപ്പോഴും. പിന്നെ ഈ അക്കൗണ്ടിൽ ഇപ്പോൾ വേണ്ട വെച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി അടുത്ത വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാറ്റ് അൺലോക്ക് ആക്കാൻ നമ്മൾ കഴിയും. നമ്മൾ മറന്നാൽ ചെയ്ത് കേട്ടോ, മറക്കാതൊക്കെ നമ്മൾ പ്രവർത്തിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് സ്കാൻ ചെയ്യാനൊക്കെ കഴിയുള്ളൂ. സ്കാൻ ചെയ്തിട്ട് ഇത് നോക്കണം. സ്കാം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൂട്ടും കിട്ടും. അത് ലാഭമാണ് സ്കാം ചെയ്താൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു 5 ലെവലാക്കാൻ ട്രൈ ചെയ്യും. ഈ ഒരു വീഡിയോയിൽ 5 ലെവലാക്കുമ്പോൾ നല്ല ലെങ്ത് കൂടും തരാം. ഈ ഒരു വീഡിയോ ഇപ്പോൾ കുറച്ച് ടൈം ആയതുകൊണ്ട് വീഡിയോ കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖത്തിലൊരു 40 മിനിറ്റ് ആ ഒരു ടൈം ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ 5 ലെവലാക്കണം. വേണ്ട ഒരു 30 ആക്കി 30 ആക്കുമ്പോൾ നോക്കാം, കൂടി നോക്കാം. കാരണം ഞാനിവിടെ ഇവനെ കൊല്ലുന്നത് നമുക്കെന്തോ നമ്മൾ പുതിയ സ്ഥലത്തോട്ട് പോവാണ്. അവിടെ അതൊക്കെ നമുക്കറിയത്തൊന്നുമില്ല. നമ്മൾ ഇതിലേതൊക്കെ കൂട്ടേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മീലി പറഞ്ഞാൽ നമ്മൾ എനർജി ആയിട്ടല്ലേ. ഡിഫെൻസ് പറഞ്ഞാൽ നമ്മളെ ഹെൽത്തും കൂടും. പിന്നെ ബ്ലോക്സ് റൂട്ട് പറഞ്ഞാൽ അവർക്കുള്ള ഡാമേജ്. ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത്. പിന്നെ സ്വാഡും കിണ്ണും. അതെന്തുകൊണ്ടാണ് ഞാൻ വേണ്ട പറയണതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളൊക്കെ സ്വാഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യല് പറഞ്ഞാൽ നിങ്ങളെ ബ്ലോക്സ് ഫ്രൂട്ടാണ്. അപ്പോൾ ആ ബ്ലോക്സ് ഫ്രൂട്ട് യൂസ് ചെയ്താലാണ് മീൻസ് ബ്ലോക്സ് ഫ്രൂട്ട് ഞാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നിനുമല്ല, നല്ല ഡാമേജ് അവർക്ക് പോകും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബ്ലോക്സ് ഫ്രൂട്ട് അല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ 3 ഒരേ മാതിരിയാണ് എപ്പോഴും കൊണ്ടുപോകല്. അതിൽ 10 10 10 145 ഹെൽത്ത് പോയി. സ്ഥലമൊക്കെ നമുക്കറിയാം കേട്ടോ. ജംഗിളാണ് സ്ഥലം നമ്മൾ പോണേ. ജംഗിൾ ഇതിൻ്റെ നല്ല ദൂരമൊന്നുമില്ലല്ലോ, ഇവിടുന്ന് കാണുമല്ലോ. പിന്നെ നേരെ ഓക്കെ മാറ്റിക്ക്. നമുക്കറിയാമല്ലോ സ്ഥലങ്ങളൊക്കെ. ഇവിടെ ആകുമ്പോൾ നീന്തി പോവാം. അങ്ങനെയുണ്ട് ഇതല്ലേ. പക്ഷെ ജംഗിൾ കാണാൻ യാതൊരു പ്രശ്നമല്ലേ. 200 മീറ്റർ അല്ലേ, 200 കാണാമായിരിക്കും. 200 ആകുമ്പോൾ കാണാനാണ് സാധ്യത. അതില്ല, അത് 100 ആകുമ്പോൾ കണ്ടുപോയിരിക്കും വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണ്. എന്തായാലും സ്ഥലമൊക്കെ നമുക്കറിയണമാണ്. കാരണം ജംഗിളിൽ മങ്കീസ് ഉണ്ട്, ഗൊറില്ല കിങ്ങുണ്ട്. ഈ ഗൊറില്ല കിങ്ങിനെ ഫ്രൂട്ടില്ലാതെ കൊല്ലുക പറഞ്ഞാൽ കുറച്ച് പണൊക്കെ തന്നെയാണ് കേട്ടോ. പൈസക്കും വേണ്ടിയാണ് നമ്മൾ ഗൊറില്ല കിങ്ങിനെ കൊല്ലുകയാണെങ്കിൽ കൊല്ലുള്ളൂ. ഇതൊക്കെ ദൂരമുണ്ടോ ഇവർ തമ്മിൽ? ഞാൻ വിചാരിച്ചില്ല ട്രാക്ക് ചെയ്യണം. എത്ര ഉള്ളൂ? അൺട്രാക്ക്. നമ്മളവിടെ എത്തി. അൺട്രാക്കടാ 100 മീറ്റർ ഉള്ളൂ. എൻ്റെ ഒത്തിരി ജംഗിളും ഈ പരസ്റ്റാട്ടറും ഇത്രക്കും ദൂരമുണ്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇവിടെ നിന്ന് പോലും കാണുന്നില്ല. നമുക്ക്
ക്വസ്റ്റ്യനൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇവിടെ ഹോം പോയിൻറ്റും സെറ്റ് ആക്കട്ടെ. അതെന്തിനാണ് ഗൈസ്, നമ്മൾ ഇപ്പോൾ കറക്കലൊക്കെ പെടുന്നതായതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിയും. ഇതാ ഈ ഹോമൊക്കെ ജംഗിൾക്ക്. കാരണം നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നാവും, നമുക്ക് ഇനി ഇപ്പോൾ കറക്കാൻ ഇവിടെ വരെ ഓടി വരികയാണ് നല്ലത് പറഞ്ഞാൽ ഇവിടെ ഹോമാണ് നിൽക്കുക. ഇവിടെ എത്തിക്കോളൂ ഒരു 5 സെക്കൻഡിൽ. നമ്മൾ ഹോമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഉപയോഗം ഉണ്ടാവുമെന്ന് വിചാരിക്കണേ. അഡ്വെഞ്ചർ അപ്പോൾ നമുക്ക് മങ്കീസിൻ്റെ ക്വസ്റ്റ് തിരഞ്ഞെടുക്കാൻ മുമ്പ് റിട്ടേൺ ആക്കിയിട്ട് ഗുറില്ലാസിന് കൊല്ലം എത്ര വേണം? 15 മതി. അപ്പോൾ ഇതിനെ കൊല്ലം 25 വേണം. ഗുറില്ലാക്ക് ഇങ്ങനെ 20, 30 വരെ എന്തായാലും നമ്മളിവിടെ ഉണ്ടാവും. 30 വരെ ഉണ്ടാവുള്ളൂ. എനിക്ക് ഡൗട്ടാണ്. മങ്കീസിനൊക്കെ നമുക്ക് പെട്ടെന്ന് കൊല്ലാമെന്ന് തന്നെ വിചാരിച്ച് നമ്മൾ മൂവിയാണ്. പക്ഷേ 800 റുപ്യ കിട്ടുള്ളൂ അവരൊക്കെ കൊന്നാൽ. നമ്മൾ ഈ സെക്കൻഡ്സിൽ പറഞ്ഞ അവിടുത്തെ 8 ആൾക്കാരെ ഇട്ട് കൊന്നാൽ 10,000 കിട്ടും. കാര്യം വരിക പോയി നോക്കിയവർക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ മറ്റേ ഇത് കിട്ടുമല്ലോ, നിധി ആണില്ല ഇവിടെ. ഹലോ എടാ വേടാ ആണോ കളിച്ച് തീർക്കടാ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ തീർക്കാൻ പോകണം. ഒന്നും നോക്കണില്ല, എല്ലാം പോകണേ. ഇത്രേ ഉള്ളൂ ഗൈസ്. ഒരുത്തനെ കൊന്നപ്പോൾ തന്നെ കഴിയുന്നതാ ഇവിടെ. എടാ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിധി. 270 അതെങ്കിലും കിട്ടുമല്ലോ. നമ്മളൊക്കെ നമ്മൾ സെക്കൻഡ്സിക്ക് പോട്ടെ. ഇതൊക്കെ ഉണ്ട് സെക്കൻഡ്സ് പറഞ്ഞാൽ സുഖമായിട്ട് എത്തുന്നു നിൽക്കൊന്നുമില്ല. 2 മാസത്തിൻ്റെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ്സിക്ക് എത്തും. 2 മാസം വേണമെന്ന് കരുതാം. ചിലപ്പോൾ 2 മാസത്തിലേറെ 4 മാസത്തിലേറെ വേണ്ടി വരും. പക്ഷെ നമ്മൾ കളിച്ചു എത്തിക്കും. നമ്മളെ കൂടെ ആരെങ്കിലുമൊക്കെ ബ്ലോക്ക് ഫ്രൂട്ട്സ് കളിക്കാൻ വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇതിലായിട്ടോടൊപ്പം ബ്ലോക്ക് ഫ്രൂട്ട്സ് കളിക്കാത്തൊരു ഫ്രണ്ടിനെ അങ്ങനെ ഇതിലായിട്ട് എൻ്റെ വീഡിയോയിൽ വരാത്തൊരു ഫ്രണ്ടിനെ ചിലപ്പോൾ കൊണ്ടുവരും എന്നുള്ളൊരു ഇതിലൊക്കെയാണ്. നാളത്തെ വീഡിയോ തന്നെ കൊണ്ടുവന്നാലോ ആലോചിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ആലോചിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതിന് മാത്രമായിട്ടാണ് ഞാൻ മെയിനായിട്ട് കൊണ്ടിരിക്കുക. ഇതായിരുന്നല്ല കാശ് എനിക്ക് ഒരു ഫ്രൂട്ട് കിട്ടിയ ലാഭമാണ്. ഒരു ലൈക്ക് ചെയ്യില്ല അതന്നെ എനിക്ക് ധാരാളം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ബാക്കിയൊക്കെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് സെറ്റാക്കും. ഫസ്റ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഇതൊക്കെ തീർക്കൂട്ടോ. ഇതൊക്കെ മെനുത്ത് സെറ്റാക്കും. അതൊക്കെ സുഖമായിട്ട് അടുത്ത ആൾ വരി പണിയുള്ള ആൾക്കാർ വരി. ഈ മരത്തിൻ്റെ മുമ്പാലേ ഞാൻ ചാരികൾ ഇവിടെ തൂങ്ങിക്കുന്നു. ഡാ മോനെ ഒരു അടിയായാലോ. ഇവിടെ വെക്കുന്നുണ്ട് എൻ്റെ വൈബേ കോമ്പാക്റ്റ് ആയതുകൊണ്ടോ വല്ല ഫ്രൂട്ടും ഞാൻ അതൊക്കെ തലടിച്ച് വിളിച്ചില്ല. ഫ്രൂട്ട് മീൻസ് റോക്കറ്റൊന്നും അവരുതിട്ടാ. പിന്നെ ലെവല് 14 ആയിട്ടുണ്ട്, 15 ആയിട്ടുണ്ട്. ഒറ്റയടിക്ക് 3 ലെവൽ കൂടിയുണ്ട്. അത് കളി തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം ഇത് നമ്മൾ ഒരു അടുത്ത ഡെസേർട്ടിലൊക്കെ എത്തുമ്പോൾ തന്നെ അതൊക്കെ മാറിക്കോളും. ഇത് കൊടുക്കുക. ടോട്ടൽ ഇപ്പോൾ നമ്മളേക്ക് പറഞ്ഞാൽ 3000 റുപ്യ ഉണ്ട്. കറക്കാൻ വരുമ്പോൾ ഒരു 34,000 ആയിട്ടാണ് തുടക്കം. അല്ല ലെവൽ 15 ആയല്ലോ അല്ലേ? ഇല്ല ഗുറില്ലാസടാ 1000 റുപ്യ ഉണ്ട്. 1000 റുപ്യ ഉണ്ടോ? 1200 റുപ്യ. വൈബൈ 8 കൊന്ന 1200 എനിക്കറിയാമല്ലോ എവിടെയാണ് ഗുറില്ലാസ്. നോക്കുക എന്നെ പഠിപ്പിക്കണ്ട. ഡാടാ കൊച്ചേർക്ക ഒരു കുത്തെടുത്തിട്ട് പോവാ. ഇനി അവിടെ പോയി ഉണ്ടാക്കിയാള്. ഇത് ഐറ്റം വേറെയാണ്. ഇതാ ഇവിടെയാണ് ഗൊറില്ല കിങ് ഉള്ളത്. ഗൊറില്ല കിങ് റൈറ്റിലാണ്, ഗൊറില്ല ലെഫ്റ്റിലാണ്. എനിക്കറിയാം. പക്ഷേ ഗൊറില്ല കിങ് ഉണ്ടാവും എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും ഉണ്ട് കേട്ടോ. ഗൊറില്ല കിങ് ഉണ്ട്. ഹലോ ഗൊറില്ല കിങ്. നമുക്കെന്തായാലും ഇത് കയറാൻ കഴിയും. ഇതിൻ്റെ മേലെ എന്ത് കഴിഞ്ഞാൽ മറന്ന് ഇളകല്ലേ കോമ്പാക്റ്റ് പോക്കടെ പോകണമെന്നോ കീഴിവെക്കും. ഇതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ നല്ല അഭിപ്രായം, ഞാൻ യോജിക്കുന്നു. ഇവിടെ ഉണ്ട് 285 രൂപയുള്ളൂ. ആർക്ക് വേണം 285 രൂപ? ഓടെ നമുക്കൊന്നും ഇന്ന തരാൻ കഴിയില്ല. ഇവിടുത്തെ പ്രൊഫഷണൽ പ്ലെയറിനോ കൊല്ലുന്നോ മോനെ ഗൊറില്ലാസ് സുഖമായിട്ട് നിങ്ങളാം. ഓർക്ക് 20 ലെവലുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് 20 ലെവൽ നിങ്ങളെ കൊന്നിട്ട് തന്നെ ആക്കും. എനിക്ക് ഇവിടുത്തെ ചൊറാറാൻ പറയും. ഈ ജംഗിളിൽ ഇവരൊക്കെ ആൾക്കാരൊക്കെ വൻ ദൂരം ഈ വേറെ ഫോറസ്റ്റിലാക്കിയതാണ് ഇത് ഒന്നാമത് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഇവരെല്ലാവരും കൊന്നിട്ട് ആളെ കൊന്നാൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ പോയി ഇട്ട് അങ്ങോട്ട് തന്നെ വരുമ്പോൾ ടൈം കുറേ അങ്ങനെ കുറേ ടൈം വേസ്റ്റിങ് ഇതിലുണ്ടാവും. കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്യുമല്ലോ.
ഇതിൻ്റെ ഒരു ഭാഗമല്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത് കാണിച്ചു നമ്മൾ ആരാണ്. അവിടെ വലിയ ശ്രമമാണ് കേട്ടോ. ഈ അങ്ങ് വിളിച്ചു. ലെവൽ 16 ഗൈസ്. നമ്മളിങ്ങനെ കൂടുണ്ടല്ലോ വിചാരിച്ച് ആശ്വാസമായിരിക്കുക. നമുക്ക് ഇതില്ലേ ഫൈറ്റിംഗ് സ്റ്റൈൽ മാറ്റിയിട്ട് നമ്മൾ ഇപ്പോൾ കോമ്പാക്റ്റ് മാറ്റി നമ്മൾ എടുക്കാൻ പോകുന്നത് വേറെ ഇതില്ല. വാട്ടർ കോംഫോൺ 7,50,000 ഒക്കെ നമ്മൾ അതിൻ്റെ ആദ്യത്തെ അക്കൗണ്ടിലൊക്കെ ഞാൻ എടുത്താണ്. പിന്നെ ആ അക്കൗണ്ടിൽ കൊണ്ട് കളിക്കേണ്ട നിങ്ങൾക്ക് രസം തോന്നില്ല ഈ അക്കൗണ്ടിലാണ് കളിച്ചിട്ടാണ് ഞാൻ ഈ അക്കൗണ്ടിൽ കളിക്കുന്നത്. ആ അക്കൗണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊന്നും ഞാൻ പറയൂല. അക്കൗണ്ടിൽ വേണ്ട. ആ അക്കൗണ്ടിൽ ഞാൻ കളിക്കാത്തത്. പിന്നെ എനിക്കും ഈ സെക്കൻഡ് സീരീസിലുള്ള ആദ്യം കളിക്കാൻ ഇഷ്ടമില്ല. ഫസ്റ്റ് ഇങ്ങനെ കളിച്ച് പിന്നെ അതിമെന്ന് നിർത്തിയാൽ ക്ലച്ച് പോയാൽ പിന്നെ കളിക്കുമ്പോൾ ഒരു സുഖമില്ല. ഫസ്റ്റിന് കളിക്കുമ്പോൾ കഴിക്കുള്ളൂ. പിന്നെ അവിടെ നിന്ന് തന്നെ കളിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഇതൊരു സുഖമില്ല. അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. ഏതൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇത്ര നേരെ ഇനി ഇവൻ ലെവൽ 17-10 കൊല്ലല്ലോ. ഇവനെ കൊല്ലുമ്പോൾ ലെവൽ 18-19 ആവും. 18 എന്തായാലും അതും കുറപ്പാണ്. ലെവൽ 19 20 എടാ ഒരാളെ കൊന്ന 20 ആവോ? 25 രൂപ തന്നെ ഒരാളെ കൊന്ന 20. ഗൈസ് ഈ ലെവൽ നമ്മൾ പിടിക്കാത്താനും വേണ്ടി ഇതിനോട് കൊല്ലാൻ പോവാണ്. നമ്മളിനി ഗൊറില്ല കിങ്ങിനെയാണ് കൊല്ലാൻ പോകുന്നത്. ഗൊറില്ല കിങ് പറഞ്ഞാൽ കോമ്പാക്റ്റ് വെച്ചിട്ട് ഒട്ടും നിസ്സാരമില്ല നിങ്ങൾക്ക് പറയാം. ബട്ട് ഇതൊക്കെ എനിക്ക് എന്ത് സുഖം. ഗൊറില്ല കിങ് അല്ല, അവൻ്റെ അപ്പുറത്ത് നമ്മൾ കൊന്നിട്ടാണ് വരുന്നത്. ഗൈസ് നമ്മൾ ഫ്രോസൺ വില്ലേജിൽ പോയിട്ട് ഓറ ജമ്പൊക്കെ വാങ്ങണം കേട്ടോ. എയർ ജമ്പ് ഓറ വാങ്ങണമെന്നുണ്ട്. ഓറേൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. നമ്മളെന്തായാലും ഗൊറില്ലേനെ കൊണ്ടിട്ടില്ല. 2,000 ഉണ്ടാക്കിയിട്ട് തരാം. 16 അല്ല എയർ ജമ്പ് ഒക്കെ നമ്മൾ സെറ്റാക്കും. 10,000 രൂപ ഒക്കെ ഈസി പീസി ആയി സെറ്റാക്കും. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറിന് 34,000 ആയിരുന്നു ഫസ്റ്റ്. ഗാച്ചനോട് ചോദിച്ചു നോക്കാം എത്രയാണ്. ലെവലില്ല എന്നാലും അത് ഇതിലിപ്പോൾ തന്നെ കാണില്ല. സോറി. നമുക്കെന്തായാലും ഗൊറില്ല കിങ്ങിനെ കൊന്നിട്ട് വരാം. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കൂടി നോക്കിക്കോളൂ. നമുക്ക് ലാസ്റ്റ് ഒന്ന് കൈ വെച്ചെടുത്താൽ മതി. പക്ഷെ ഇതിപ്പോൾ കൂടി ആരുമില്ല. മാസ്റ്ററി കുറവാണ്. നമ്മൾ ഇങ്ങനെ ഇടണം. എന്നിട്ട് നമ്മൾ ഓടണം. ഓടുമ്പോൾ അതിൻ്റെ ഒരു പവർ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉപയോഗിച്ചില്ലാണെങ്കിൽ അത് നമ്മളോട് വേണം ഒറ്റപ്പെട്ട് വാ. ഈ പവർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനേ പാടില്ല. ഇത്തിരി ബുദ്ധി ഉപയോഗിക്കണം. നമ്മൾ ഇങ്ങനെ തള്ളുക എന്നിട്ട് വീണ്ടും ഓടുക. അപ്പം അതിൻ്റെ പവർ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ അത് പറ്റും. വീണ്ടും പവർ ഉപയോഗിക്കും. എനിക്കറിയാലോ എടാ. പിന്നെ കഴിച്ച് കൂടുക അങ്ങനെ വെച്ചാൽ മലർന്നെടുത്താൽ ഇനി ഓടുക. ഇനി എടുക്കുമോ അപ്പോൾ അവൻ്റെ അടുത്ത പവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പവർ ഉപയോഗിക്കും. അങ്ങനെ എന്തെങ്കിലും ട്രിക്ക് വർക്കാവുണ്ട്. കുഴപ്പമില്ലാതെ വർക്കാവുണ്ട്. ഓട് ചത്ത് ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹെൽത്തില്ല. നമുക്ക് നമ്മളെ തല്ലാൻ കഴിയില്ല. പെട്ട് നമ്മൾ കുടുങ്ങി അറിയാതെ. ലൈഫും ഇല്ല. വയ്യ. എടാ ഇത് നമ്മൾ അടപ്പറെല്ലാം കെട്ടും. അല്ലെങ്കിൽ വേണ്ടി ഗൊറില്ലാക്കി ഇങ്ങനെയൊക്കെ കൊന്നിട്ട് എന്തുണ്ടാവാനാണ്. ഗൈസ് നമ്മളെ കൊണ്ട് കൂട്ടാൻ കൂടില്ല. ഈ ഫ്രൂട്ടില്ലാതെ ഗൊറില്ലാക്കി ഇങ്ങനെ പോയാൽ നിങ്ങൾക്കൊക്കെ അറിയാം ചൊറാവുന്ന്. വീഡിയോൻ്റെ ലെങ്ത്ത് ഇപ്പം തന്നെ കൂടിയല്ല. 20 ലെവൽ അപ്പോൾ തന്നെ 30 ലെവൽ ഒക്കെ ഉള്ള ടൈമുകളൊന്ന് സാവകാശം തരണം. നമ്മൾ ബ്ലോക്സ് റൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. ഇനിയുള്ള വീഡിയോസൊക്കെ ബ്ലോക്സ് റൂട്ട്സിൻ്റെ വരാം. നല്ല ലെങ്ത്തുള്ള തന്നെ ആക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലെവൽ കൂട്ടും വേണം. നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടേ അതിൽ അതിൻ്റെ രസം. നമുക്കതായാലും ഗൊറില്ലാസിനെ കൊണ്ടിട്ട്
അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു അരമണിക്കൂർ നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ പോകും. മീൻസ് ഇനിയും അരമണിക്കൂറുണ്ടെന്നല്ല, ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. നമ്മൾ നോക്കാം. വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്ക് അപ്പോഴത്തിന് 30 ലെവലാക്കാൻ കഴിയണം. 30 ലെവലായാൽ നമ്മൾ നിർത്തും. അത്രേ 10 മിനിറ്റ്സ് ഒന്നുമില്ല. 30 ലെവലായ ഉടനെ നമ്മൾ നിർത്തുന്നതാണ്. ബാക്കി 30 ലെവലിൻ്റെ ശേഷം തന്നെ ആവും വരിക. അത് അടുത്ത വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോ നോക്കാം. അടുത്ത വീഡിയോ പറയുമ്പോൾ ചിലപ്പോൾ നാളെ തന്നെ ഇറങ്ങും, ചിലപ്പോൾ നാളെ ഇറങ്ങില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ ആവും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതാണ്. അടുത്ത വീട്ടിൽ നമ്മൾ അടുത്ത സ്ഥലത്തുനിന്ന് തന്നെ വിചാരിക്കും. 30 ലെവലൊക്കെ തന്നെ സുഖമായിട്ടാണ് വിചാരിക്കുന്നത്. ഇവരൊക്കെ ചാവേണ്ടത് എത്ര ആൾക്കാരെ കൊല്ലും വേണം. ലെവലൊന്നും കൂടിയിട്ടുണ്ടെങ്കിൽ ഹെൽത്തും കൂടി കൂടി. ഹെൽത്ത് 145 പറഞ്ഞിട്ട് അത് പിന്നെ അത് കൂട്ടാം. ഇപ്രാവശ്യം ഈ ലെവൽ ക്വസ്റ്റ്യൻ തീർത്തിട്ട് അത് തീർക്കാം. അതിൽ നിന്ന് ഞങ്ങോട്ട് എങ്ങനെയെങ്കിലും 10 ലെവലും കൂടി കൂട്ടണം. പെട്ടെന്ന് സ്പീഡ് കൂട്ടിയാൽ കഴിയുമല്ലോ. മാസ്റ്റർ 20 ആവാൻ ചിലപ്പെങ്കിലും വരാം, അല്ലെങ്കിൽ അടുത്ത ആളും കൂടി വന്നാൽ മാസ്റ്റർ 20 മാസ്റ്റർ 20 ഗ്രൗണ്ട് സ്മാഷ് ഓഫ് വൈബാണ്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് സംഭവം. മനസ്സിലായി. ഓനെ വെള്ളത്തിൽ കിട്ടുന്നു. അമ്മേ വെറുതെ പണിക്കുന്ന 5 ആൾക്കാരെ കൊന്നിരുന്നു. ഐ എം എ പ്രൊഫഷണൽ. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ. ഹെൽത്ത് കൂട്ടിയിട്ടാണ്ട് പോകും. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഹെൽത്തൊക്കെ കൂട്ടിയിട്ട് പോവാം. എനിക്ക് ഹെൽത്തിനും ഗൈസ് ഹെൽത്തൊന്നും കറക്റ്റിനായി. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് ഇപ്പം എനർജി കൂടി ഡിഫൻസ് ഒന്ന് കുറവായി ഉള്ള രീതിയിലാണ്. കുഴപ്പമില്ല, നമുക്ക് ഹെൽത്ത് തീർത്തിട്ട് വരാം. ഹെൽത്ത് എനിക്ക് വേണ്ട, എനർജി അല്ല. എനർജി വേണം കേട്ടോ, അത് വേറെ കാര്യം. നമ്മളെ കൊലപാതകം ഇവിടെ വെച്ച് ഞാനങ്ങ് എത്തുന്നതാണ് നിങ്ങളെ വിചാരമെങ്കിൽ. എടാ ഇവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. നീ അങ്ങനെ ഇവിടെ ഇരിക്കണ്ട. ഈ 30 ലെവലാക്കിയിട്ട് ഞാൻ ഇതിനെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ആക്കാൻ ഞാൻ പോവില്ല. നിങ്ങളെ കൊല്ലാണ് ആക്കണ്ടെങ്കിൽ നിങ്ങളെ കൊന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. പറഞ്ഞില്ല, കേട്ടില്ല, സംസാരം ഇവിടെ വേണ്ട. കാരണം നമ്മളെല്ലാத்தைയും തീർക്കാണ്. ഇവനൊരുത്തനെ കൊന്നാൽ മതി. 22 23 ലെവലാവാന്. ഇനിയിപ്പം ചാവണം. ഇവൻ ചാവണമെങ്കിൽ 23 ലെവലായതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ് എടുത്തിട്ട് വരാം. 23 അങ്ങ് റെഡിയാക്കിയേക്കാം. ആ ടൈമിൽ നമ്മൾ ആദ്യം ഇത് 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 ഇപ്പം എല്ലാം കറക്റ്റാണ്. ഇനി ഇത് 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 ഗസ് ഇപ്പം കറക്റ്റായിട്ട് 210 എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ് എടുത്തിട്ട് വരാം. വെറിലാക്കി ഇങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഫ്രൂട്ടില്ലടാ. ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം സെറ്റാക്കിയാണ്. ഫ്രൂട്ട് നാളെ തന്നെ നമ്മൾ ഒപ്പിക്കാൻ ട്രൈ ചെയ്യണം ഗൈസ്. ഫ്രൂട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. വേണ്ട, ഫ്രൂട്ട് എവിടെന്നെങ്കിലും ഒപ്പിച്ചാൽ പറ്റും. അല്ലെങ്കിൽ 50 ലെവൽ പെട്ടെന്ന് ആക്കണം. അതെനിക്ക് വളരെ പെട്ടെന്നാവുമെന്നൊന്നും എനിക്കൊന്നുമില്ല. 50 ലെവൽ ചിലപ്പോൾ ഈ അടുത്ത വീഡിയോ തന്നെ 50 ലെവലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നൊന്നും ഞാൻ പറയാം. അടുത്ത നമ്മൾ ഈ വീഡിയോ കാണിക്കാത്ത ഒരു സാധനം പോയ വിടുന്നതല്ല. മീൻസ് നമ്മൾ ഇപ്പോൾ 30 ലെവലാക്കിയിട്ട് നിർത്തുകയാണെങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ അത് 40 ലെവലാക്കിയിട്ടുള്ള തുടങ്ങുക. കറക്റ്റ് 30 1 ഇഞ്ച് അങ്ങോട്ടും കൂടാൻ സാധ്യതയില്ല. രീതിയിൽ നമ്മൾ സെറ്റാക്കും. അടുത്ത വീഡിയോയിൽ എന്തായാലും ചാറ്റ് അൺലോക്കാവും. വേറെ ആരെയും കറക്റ്റ് സെൻഡ് ചെയ്യാം. പ്ലീസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വല്ലതും തന്നാലും നമുക്കും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ കാലം ഉണ്ടായപ്പോൾ ഞാൻ സെക്കൻഡ് അക്കൗണ്ടിൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ചിലവർ ഇങ്ങനെ കരുതി ഞാൻ കറക്റ്റ് ഫ്രൂട്ട് ഉണ്ട് അവർക്ക് കൊടുക്കും. എനിക്കറിയില്ല, നമുക്ക് ആ കാലത്ത് ആരും തന്നില്ലെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലം. ആ കാലത്ത് നമുക്ക് വീട്ടില്ലാത്ത സമയത്ത് അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്. 7 ലെവലും കൂടി കൂടിയാ
നമ്മുടെ വീഡിയോ ചെയ്യും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് പെട്ടെന്ന് കിട്ടിയേക്കാം. അച്ചാവട 23 ഈ ഒരു ലെവല് ക്വസ്റ്റ് തീർന്നോടെ ഒരു 26 വൈബ് 27 ആയ വൈബ് പോടാ അങ്ങോട്ട് വെള്ളത്തിനും പോയി മൂച്ചാവട കുതിരല്ല കൊരങ്ങ ഗുറില്ല അപ്പുറത്ത് പോയ പേടിച്ചും വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മറ്റോട് എനിക്ക് പേടില്ലെന്ന് നീ ഓർക്കണമായിരുന്നു. പോട്ടാ ഇവിടുത്തെ കിങ് ഞാനാണ്. ഞാൻ വിചാരിക്കുമ്പോൾ പകൽ, ഞാൻ വിചാരിക്കുമ്പോൾ രാത്രി. അപ്പോൾ അതിലോട്ട് നീ കയറാൻ ഞാനായിട്ടില്ലടാ മകനെ, ഞാനായിട്ടില്ല. ഇവനെ കൊന്നാൽ നമ്മൾ 26 25 ലെവലാവുന്നതാണ്. 24 25 കറക്റ്റ് 25 ആയിട്ട് 2 ലെവൽ വെച്ചാൽ ഇപ്പം കൂടുന്നുള്ളൂ. 25 to 27 27 to 29 3 വട്ടം കൂടി ക്വസ്റ്റ് എടുക്കേണ്ടി വരും എൻ്റെ ഊഹത്തിൽ. ശരിയാണെങ്കിൽ 3 വട്ടത്തിൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്തെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ബെല്ലൈക്കൺ കൂടുതലോ നിൽക്കുക. വേറെ ഒന്നുമില്ല കാര്യം നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ശേഷം കുറേ പരിപാടികളുണ്ട്. അതൊന്നും പറയണില്ല. ഇറ്റ്സ് എ സസ്പെൻസ്, വെയിറ്റ് ഫോർ ദാറ്റ്. ബ്ലോക്സ് റൂട്ട്സ് നമുക്ക് പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗെയിം കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, നമ്മൾ ആ ഗെയിം കളിക്കുന്നതാണ് ബ്രോ. നിങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഏത് വീഡിയോ നിങ്ങൾ കളിക്കണ വേറെ ഗെയിമാവും, ഞാൻ ഇടുന്നത് വേറെ ഗെയിമാവും. നിങ്ങൾ കളിക്കണ ഗെയിം ഏതാ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ആ ഗെയിമിലോട്ട് വരുന്നതാണ്. സ്റ്റീല ബ്രെയിൻ റോട്ട് നിങ്ങൾ പറയാൻ സാധ്യത ഉണ്ടെന്ന് കരാം. അതൊക്കെ ഞാൻ പണ്ട് കളിച്ചാൽ ഈ അക്കൗണ്ടിൽ തന്നെ അതൊക്കെ തുടങ്ങേണ്ടി വരും. അത് ഫസ്റ്റ് ഞാൻ തുടങ്ങിയാൽ രസം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ നിങ്ങൾ കമൻറ്റ് ബിലോ ആ കളിയാവും നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കമൻറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ സാധാരണ ഇനിയുള്ള ഇതാണ്ട് ഇതിൽ തന്നെ പോകും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ നിങ്ങളെ കളിക്കാൻ വരണോ കൂടെ? കമൻറ്റ് ബിലോ. ഡിസിഷൻ ആണ് ഇനി നമ്മൾ പറയുന്ന ഗെയിമാണ് കളിക്കുന്നത്. പക്ഷേ റോബ്ലോക്സ് കളിക്കുക ഫ്രീ ഫയർ വെടിയപ്പ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നത്. എനിക്ക് വെടിയപ്പ് എനിക്ക് ഇഷ്ടമല്ല. ആണെങ്കിൽ ഞാനും ഉണ്ടാവും നിങ്ങളൊപ്പം ഫ്രീ ഫയറിൽ ഗ്രാൻഡ് മാസ്റ്ററായിട്ട് തന്നെ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് മാത്രം അതൊന്നും കഴിയില്ല. എനിക്കറിയാം FF ഗ്രാൻഡ് മാസ്റ്റർ യൂസില്ല. ഈ ഫുട്ബോളിൽ ഡിവിഷൻ 1 അടിക്കണ പോലെയാണിത്. എന്നാലും നമ്മൾ ഈ ഫുട്ബോൾ ഡിവിഷൻ 1 ഫ്രീ ഫയറിലാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്നത് കളിക്കും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. കളിക്കുന്ന കളിക്കൂലല്ലോ. നമ്മളിവിടെ മുണ്ടാതിരിക്കും നമുക്കല്ലേ. നമ്മൾ പറഞ്ഞതിന് 30 മിനിറ്റ് ആകുമ്പോൾ വീഡിയോ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ 30 ലെവലാവണ വരെ നമ്മൾ പോകുന്ന വാക്ക് പറഞ്ഞ വാക്കാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കത്തുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകുന്ന നമ്മളൊരു കാര്യം ചെയ്യാൻ ഞാനൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ അതപ്പം നടക്കാൻ പോകില്ല. അതിൻ്റെ വാശിയുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, എനിക്കറിയാം. പക്ഷേ ഈ ഒരു ഇതിൽ നമ്മൾ 28 ലെവലാകാൻ പോവാണ്. എൻ്റെ ഒരു ഊഹം വെച്ച് 28 ലെവൽ ഈ രീതിയിലാവാൻ സാധ്യതയുണ്ട്. ചെയ്യുന്നുള്ളൂ കുഴപ്പമില്ല. നീ 2 വട്ടം ക്വസ്റ്റ് എടുക്കണ്ടേ എൻ്റെ ഊഹത്തിൽ? 2 വട്ടം ക്വസ്റ്റ് എടുത്താൽ കഴിയും. ചിലപ്പോൾ എനിക്ക് പൈസ കുറവ് കിട്ടും. അടുത്ത വീഡിയോ തന്നെ ഓറഞ്ച് ജമ്പ് വാങ്ങാലോ അങ്ങനെ ആലോചിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ഓറഞ്ച് ജമ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓറഞ്ചെങ്കിലും എയർ ജമ്പ് വാങ്ങാനായിട്ടൊരു സുഖമില്ല. ആ കൊള്ളൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ പോകണം ഓർക്കുക. വേണമെങ്കിൽ വാങ്ങും. പക്ഷേ ഞാൻ ആലോചിക്കണ പറഞ്ഞാൽ ഫ്രൂട്ട് ഇട്ടിട്ട് പോരെയാണ്. അതാവുമ്പോഴാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഫ്രൂട്ട് ഇന്ത്യയിൽ 50 ലെവലാകുമ്പോൾ ഫ്രൂട്ട് കറക്കാൻ പൈസ ഉണ്ടാവില്ലല്ലോ. അതാലോചിച്ചിട്ടാണ് മടുപ്പ്. നമ്മൾ എന്തായാലും
ഫ്രൂട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. ഒപ്പിച്ചാൽ ബാക്കി എല്ലാ പരിപാടിയും സെറ്റാവും. കൊല്ലാം. എന്തൊക്കെ പറഞ്ഞാലും ഒന്നത്തെ പോകത്തുള്ളൂ. എടാ നീ വെള്ളത്തിൽ പോയ ഇവിടെ അതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇവരൊക്കെ കൊണ്ടൊക്കെ കഴിച്ചു. ഇവരൊക്കെ നമുക്ക് സുഖമാണ്, ഈസി ആയിട്ട് നമുക്ക് ഇവരൊക്കെ കൊല്ലാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഒരു ഷോർട്സ് അല്ലെങ്കിൽ നമ്മളിങ്ങോട്ട് ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോഡില്ല ബ്ലോക്ക് ഫ്രൂട്ട്സത്തെ മീൻസ് XP 2 മിനിറ്റൊക്കെ ഉണ്ടാവും. ആ ഒരു കോഡ് ഞാൻ എത്തിക്കാൻ പോകണം നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ കോഡ് വെച്ച് നമ്മൾ അടിച്ചാൽ നിങ്ങൾക്കറിയാലോ ഈസി ആയിട്ടുള്ള അവരൊക്കെ പെട്ടെന്ന് കൂടും. അപ്പോൾ കോഡ് ഞാൻ ഒപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് അടുത്ത വീഡിയോയിലുള്ള അതിന് ശേഷം ബ്ലോക്ക് വീഡിയോയിൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്. ഇവനെ ഞാൻ കൊല്ലും. ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനും എനിക്കറിയാം കേട്ടാ. ഓളെ ലെവൽ 20ൻ്റെ അടിയിലാണ്, അതുകൊണ്ട് മാത്രം ഞാൻ കിട്ടും. പിന്നെ കൊല്ലണം എനിക്ക്. അങ്ങനെ ഞാൻ തന്നെയല്ല ഒരു ലെവൽ കൂടിയുള്ളൂ. അപ്പം ഈ ലോകത്തിൽ ഇനിയും 2 വട്ടം പോസ്റ്റ് എടുക്കേണ്ടി വരും. നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം തന്നെ റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിൽ ഈ ഒരു പോസ്റ്റ് എടുക്കുന്നതിലൂടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടാവും. ഇത്രക്കും നേരം ഇതന്നെയല്ലേ ഞാൻ ചാടിൻ്റെ ദേഷ്യം പിടിപ്പിക്കില്ല. ഈ സാബർ പറഞ്ഞ കത്തി എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ഒരു വട്ടം തന്നെ കഷ്ടപ്പെട്ട് എടുത്താണ് ഇതിനടിയുള്ള ആ ബോസ്റ്റിങ് ഒന്ന്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല. എനിക്ക് വേണ്ട പറഞ്ഞാൽ കേഴ്സഡ് ഡുവൽ കട്ടാണ്. ആ സെക്കൻഡ്സിലുള്ള കേഴ്സഡ് ആണോ എനിക്കറിയില്ല. ആ സെക്കൻഡ്സിലുള്ള അക്കൗണ്ടിൽ കേഴ്സഡ് ആണോ അറിയില്ല. ഡുവൽ കട്ടാനയാണ്, അതും ട്രിപ്പിൾ കട്ടാനി ഉണ്ടായില്ല. പക്ഷേ ഡുവൽ കട്ടാന ഈസ് ബെസ്റ്റ് എന്നാണ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൈൻഡിങ്ങിനൊക്കെ ഏതെങ്കിലും ഫ്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫ്രൂട്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി തീർത്താലും 30 ലെവലാവുമെന്ന് വിചാരിക്കട്ടെ. 30 ലെവലായെങ്കിൽ നമ്മൾ 30 ലെവലാവണവരെ കളിച്ചിട്ടേ അതിൻ്റെ ഒപ്പം ചെയ്യുള്ളൂ. അത് ഒരു വാശിയാണ്. ഞാൻ പറഞ്ഞ വാക്കിന് വില ഉള്ളവനാണെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. നമുക്ക് എന്തായാലും എനിക്കുള്ളോ അത് എനിക്കുള്ളോളോ ചാടാവുക. ആ പെണ്ണൊന്ന് കൊന്ന് എനിക്ക് ഓളെ തല്ലാൻ കഴിയില്ല. ഓളെ ലെവൽ 20 ഞാൻ ഇപ്പോൾ 20 മേലെ അവസ്ഥയിലാണ്. ഇവനെ എനിക്ക് കൊല്ലാം മോളെ. ഇത് അവിടെ ഓന് കൊണ്ടിരുന്നു. ഇവിടെ ഞാൻ തുടങ്ങുന്നുണ്ട്. ഈഗോ 29 ലെവലായി ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു ക്വസ്റ്റ്യോട് കൂടി തന്നെ 30 ലെവലാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ആയിരിക്കും ഞാൻ നിങ്ങൾ ചോദിക്കുന്ന കമൻറ്റിൽ ചെയ്യണേ. ഞാനത് ചെയ്യും. വേണമെങ്കിൽ എന്ത് പ്രാങ്ക് ആണെങ്കിലും ഞാനത് ചെയ്ത് കാണിക്കും. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ചെയ്തിരിക്കും. ഈ ക്വസ്റ്റ്യൻ തീരുന്നതോടെ 30 ലെവലായതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ ചെയ്തിരിക്കും ഈ ക്വസ്റ്റ്യൻ തീർന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല കേട്ടോ. പറഞ്ഞേക്കാം ക്വസ്റ്റ് ചെയ്യണം. അതിനനുസരിച്ചാണ് ഉള്ളതും. ക്വസ്റ്റ് തീർന്നതാണെങ്കിൽ ഉണ്ടാവില്ല. നല്ലൊരു ഫ്രൂട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എത്തിക്കുന്നതാണ്. പിന്നെ ഇപ്പം തന്നെ തീർന്നോട്ടെ. നമുക്ക് ഇപ്പം തന്നെ തീർത്തരാം. എല്ലാ പവറും ഇപ്പം തന്നെ യൂസ് ചെയ്യണം. കൊല്ല് ഇതിനെ കൊല്ലുന്നത് കൂടി നമ്മൾ 30 ലെവലായി ആവാൻ പോകുകയാണ്. കറക്റ്റ് ന്യൂ ക്വസ്റ്റ് അവൈലബിൾ ആൻഡ് ന്യൂ പ്ലേസ്. നമുക്ക് അങ്ങോട്ടും കൂടി പോവാല്ലേ? ഏതാ സ്ഥലം? അത് ഫ്രോസണാ? ഫ്രോസൺ ഇപ്പോഴാണ് അതോ ബോട്ട് എടുക്കണം? ബോട്ട് വേണ്ട, ഡിങ്കി വേണ്ട. ബോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരെ പോയോക്കാം. ഇത് കുറേ നീന്താണ്ടാവും.
ബോട്ട് എടുത്താലും ആലേക്കുണ്ട്. എന്നാലും നോക്കാം. ബോട്ട് ഡീലർ ലിങ്ക് ചെയ്തി. ഓക്കെ താങ്ക്സ്. എൻ്റെ ബോട്ടിൽ ഏറ്റവും നല്ല സ്പീഡുള്ള ബോട്ട് പറഞ്ഞാൽ ഇതന്നെയാണ് കേട്ടോ. ഫ്രോസൺ വില്ലേജ് അല്ല, പൈററ്റ് വില്ലേജാണ്. ഓക്കെ കേട്ടോ. ഈ ബോട്ട് പോണ അങ്ങോട്ടാണല്ലേ. പോട്ടെ. അയ്യേ, ഇതിന് നേരെ മുമ്പിലുള്ള വില്ലേജൊക്കെയാണ് നമ്മൾ ഇപ്പം നേരം. ഇത് മിഡിൽ ടൗൺ മാറിക്ക്. ഇതിൻ്റെ അപ്പുറത്താണ് പൈററ്റ് വില്ലേജ്. മനസ്സിലായി. മറ്റേ മറ്റേ 15,000 ഒരാളെ ബോസിനെ കൊന്ന കിട്ടുമ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെന്തല്ലോ മറ്റേ പേരും ഓർമ്മ. അതന്നാവും. എന്തായാലും പോയേക്കാം. അവിടുത്തെ ബോസ് ഒരു പെരൻ്റെ ഉള്ളിലാണ്. സ്റ്റെപ്പൊക്കെ കയറി അതന്നാവും. അല്ലാതെ പിന്നെ ഏതാ 192 മീറ്ററും കൂടി ഉണ്ട്. അത് അങ്ങോട്ടാണ്. അങ്ങോട്ട് കുറച്ച് വളം കൊടുത്താൽ അവിടുത്തെ ക്വസ്റ്റ് അവിടെയാണ്. പക്ഷെ അവിടെയാണ് സ്ഥലം. എന്തായാലും ഓടട്ടെ. സ്പീഡ് പോട്ടെ. എവിടെ എത്തി? നമ്മൾ ആദ്യമായിട്ട് കൂട്ടോ അത്രക്കും ലെങ്ത് ഉള്ള വീഡിയോ. അങ്ങനത്തെ വീഡിയോ ഒക്കെ ലെങ്ത് തന്നെ ആവും. അത് ഞാൻ വേറെ കാര്യം. ഇവിടെ എത്തിയില്ല. അവിടെ ഒരു വലിയ ബോട്ട് ഇട്ട് ഒരുത്തം പോകുന്നുണ്ട്. ഞാൻ വലിയ ബോട്ട് എടുക്കാത്തതുകൊണ്ടാരോ ഒരു സുഖമില്ല. നമ്മളൊന്നിനും പൈസ പൊട്ടിക്കണില്ല. ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. ഇതല്ലട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വെറുതെ പറഞ്ഞാടാ. ഇതാണ് പൈററ്റ് വില്ലേജ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കോളും. ഈ സ്ഥലം വലിയ ഇഷ്ടമല്ല. എന്നാലും നമ്മുടെ ഇന്നത്തെ എടുത്തുള്ളൂ. നമ്മൾ പോണേ.